and wishing you all a very Merry Christmas. ദാവീദ് പുത്രനായ യേശു ക്രിസ്തു മറിയത്തിന്റെയും ജോസഫിന്റെയും പുത്രനായി ബേത്ലഹേമിൽ നമുക്കായി ജനിച്ച ദിനം നമുക്കിന്ന് ആഘോഷിക്കാം. This is Nora and this is Delina, and we present Christmas Eve 2025 by St. George Indian Orthodox Church. Christmas brings hope, love and peace to every heart that seeks Christ. May this blessed evening strengthen our unity as a parish. I'd like to acknowledge the Wurundjeri people of the Kulin Nations, the traditional custodians of this land, and pay my respects to the elders past and present. ക്രിസ്മസ് സ്നേഹവും പ്രത്യാശയും ലോകമൊട്ടാകെയും പങ്കുവെക്കുന്ന ഒരു ദൈവിക സന്ദേശമാണ്. ഈ അനുഗ്രഹീത നാളിൽ നമ്മുടെ സെയിന്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ 2025 ക്രിസ്മസ് പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. Now, to officially begin our celebrations, let us welcome Paulson Thomas, representing our festival and event committee, to deliver the welcome speech. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുടെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും മനോഹര നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇവിടെ ഒത്തുചേർന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഓരോരുത്തരെയും നമ്മുടെ സെന്റ് ജോർജ് ഇടവകയുടെ പ്രഥമ ക്രിസ്തുമസ് ദിന ആഘോഷ രാവിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ഒരു ചെറിയ ചോദ്യം: എന്താണ് ക്രിസ്തുമസ്? നമ്മൾക്ക് ഒരുപാട് നിർവചനങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചേക്കാം. വിശുദ്ധ ബൈബിളിലെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. For God so loved the world that he gave his only begotten Son, that whoever believes in him should not perish but have everlasting life. അതെ, ലോകം ഇന്നോളം കണ്ടിട്ടില്ലാത്തതും ഇനിയോട്ട് കാണാൻ പറ്റാത്തതുമായ സ്നേഹത്തിന്റെ ഒരു മഹത്തായ സാക്ഷ്യമാണിത്. ഇതൊരു പക്ഷേ ഇന്ന് ലോകം ആഘോഷത്തിന്റെ ദിനങ്ങളായി മാറ്റിയിരിക്കാം. തന്റെ ഏകപുത്രൻ മനുഷ്യരാൽ കൊല്ലപ്പെടും എന്നും അതൊരു നീചമായ പ്രവൃത്തിയായിരിക്കുമെന്നും അറിഞ്ഞുകൊണ്ടാണ് ദൈവപുത്രനെ നമുക്കായി നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ നാളുകളെ സ്നേഹത്തിന്റെ നാളുകൾ എന്ന് അറിയപ്പെടണം. ഇന്നത്തെ ഈ കൂടിവരവിനെ സ്നേഹത്തിന്റെ കൂട്ടായ്മ എന്നാണ് അറിയപ്പെടേണ്ടത്. മറ്റു വിശ്വാസങ്ങളിൽ നിന്നും തികച്ചും വിഭിന്നമായി നമ്മുടെ സഭയുടെ, അതായത് ക്രിസ്തു മതത്തിന് തന്നെ അടിത്തറ തന്നെ സ്നേഹമാണ്. സ്നേഹം എന്ന പാറമേൽ പണി ചെയ്യപ്പെട്ട സഭയാണ് നമ്മുടേത്. ഇതാണ് സഭയെങ്കിൽ ഈ സഭയുമായി പൊരുത്തപ്പെടുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട രാത്രിയാണിത്. ഒരു ഹിതപരിശോധനയ്ക്ക് ഈ രാത്രി ഉതകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ കൂടിവരവിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. എനിക്ക് ആദ്യമായി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ വിശിഷ്ട അതിഥിയെയാണ്. ദൈവനിയോഗം പോലെ നമ്മുടെ ഈ കൊച്ചു ദേവാലയത്തിലെ ആദ്യ ക്രിസ്മസ് ദിന ആഘോഷത്തിന് മുഖ്യ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ സഹോദര സഭയായ സീറോ മലങ്കര കാത്തലിക് ചർച്ചിലെ മെൽബൺ ചാപ്ലിനായി ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ട് അച്ഛനാണ്. 100-ലധികം ഗാനങ്ങൾ എഴുതി ചിട്ടപ്പെടുത്തി അജപാലകൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മളിൽ പലർക്കും പരിചിതനുമാണ് അദ്ദേഹം. കൂടാതെ ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് അച്ഛൻ. ഫാദർ ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ടിനെ സെന്റ് ജോർജ് ഇടവകയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു മ്യൂസീഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സദ്യയിൽ അച്ഛനിൽ നിന്നും ഒരു ഗാനം കാത്തിരിക്കുകയാണ്. ഞങ്ങൾ അതിനായി പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുകയാണ്. അടുത്തതായി എനിക്ക് ഇവിടെ സ്വാഗതം ചെയ്യാനുള്ള വ്യക്തിക്ക് മുഖവുര ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നമ്മുടേതെല്ലാം ചങ്കും ചങ്കിടുമുമായി നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വികാരി, നമ്മുടെ ഫാദർ ജിബിൻ സാബു അച്ഛനെ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ചർച്ചിന്റെ തുടക്കം മുതൽ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ കൂടെയുള്ള, നമ്മളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന, നമ്മളിലെല്ലാമായ നമ്മുടെ ട്രസ്റ്റി ശ്രീ സജിത് തോമസിനെയും നമ്മുടെ സെക്രട്ടറി ശ്രീ ജോസഫ് മാത്യുവിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, MMVSന്റെ ഭാരവാഹികൾ, ഫെസ്റ്റിവൽ കമ്മിറ്റി മെമ്പേഴ്സ്, സൺഡേ സ്കൂൾ, അതർ ചർച്ച് കമ്മിറ്റി ആൻഡ് ഗ്രൂപ്പ് മെമ്പേഴ്സ്, എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു നല്ല ക്രിസ്മസ് പുതുവത്സര ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Paulson Chetan, for your warm words and for reminding us of the true spirit and importance of Christmas.
We now move on to the lamp lighting ceremony. This is a beautiful tradition that marks the beginning of special occasions like today. It symbolizes the victory of the light over darkness and reminds us of the values that guide the continued growth and strength of our community. Let us warmly invite to the stage Honorable Father Philip Matthew Vettikade, our dear Father Jibin Sabu, Program Coordinators Mrs. Shiny and Mrs. Rini, as well as the Parish Trustee and Secretary. ക്രിസ്മസ് സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ആഘോഷമാണ്. ക്രിസ്തു ലോകത്തിന് പ്രകാശമായി വന്നതുപോലെ ഈ ദീപം തെളിയിക്കൽ അതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. പ്രകാശം ഇരുട്ടിനെ നീക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ ജനനത്തിനെ പ്രകാശവും നമ്മുടെ ജീവിതത്തിലേക്കും ഐക്യവും കൊണ്ടുവരട്ടെ. A heartfelt thank you to all who joined us for the lamp lighting. Please make yourselves comfortable as you return to your seats. We are truly blessed to have with us our beloved Father Jibin, whose presence always inspires and uplifts us. With great respect and joy, we now invite Father to grace the stage, address the gathering, and share with us his words of wisdom and encouragement. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ മഹത്വപ്പെടുമാറാകട്ടെ. ഏറെ സ്നേഹനിധിയായ ജ്യേഷ്ഠ സഹോദരൻ വന്ദനായിരിക്കുന്ന ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ടച്ചൻ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഏവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. ഞാൻ അധികം സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളല്ല, കാരണം എന്നേക്കാൾ ബലവാനായവൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടുന്ന ക്രിസ്തുമസ് മെസ്സേജും എല്ലാ വിഷസും നൽകിക്കൊള്ളും. പക്ഷേ ഒരു ചെറിയ കാര്യം, ക്രിസ്തുമസ് എന്തിന് നമ്മൾ ആഘോഷിക്കുന്നു? വൈ വി ആർ സെലിബ്രേറ്റിംഗ് ക്രിസ്മസ്? നമ്മള് ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്യും, ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യും. പലപ്പോഴും ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് നമ്മൾ പലപ്പോഴും വിട്ടുപോകാറുണ്ട്. ഈ ക്രിസ്മസ് തുടങ്ങി ഈസ്റ്ററിലേക്ക് ചെന്ന് അവസാനിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ലൈഫാണ്, ഒരു ലൈഫ് ടൈം സ്പാൻ ആണ് കടന്നു പോകുന്നത്. പലപ്പോഴും എനിക്ക് യേശു തമ്പുരാനെ പറ്റി ഓർക്കുമ്പോൾ ചിലപ്പോഴൊക്കെ തമാശ തോന്നാറുണ്ട്. അവന്റെ ജനനം നമ്മൾ ആഘോഷിക്കും, അവന്റെ മരണവും അവന്റെ ഉയർപ്പും നമ്മൾ ആഘോഷിക്കും. പക്ഷെ അവന്റെ ലൈഫ് എന്തായിരുന്നു, അവന്റെ ജീവിതം എങ്ങനെയായിരുന്നു? പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന, നമ്മൾ മിസ്സിംഗ് ആയിട്ട് പോകുന്ന ചില എലമെന്റ്സ് അതിലുണ്ട്. അവന്റെ ലൈഫ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയായി തീരണമെന്ന, ഒരു മനുഷ്യനായി തീരണമെന്ന, ഒരു ഹ്യൂമൻ എങ്ങനെയായി തീരണമെന്ന. അതുകൊണ്ടാണ് ഈ ക്രിസ്തുമസിന് ഇത്രയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്താണ് ക്രിസ്തുമസിന്റെ പ്രത്യേകത? ദൈവമായിരുന്നവൻ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതാരം ചെയ്തതിന്റെ ഓർമ്മയാണ്, അതിന്റെ ആഘോഷമാണ് റിയൽ ക്രിസ്മസ് എന്ന് പറയുന്നത്. ഞാൻ ലാസ്റ്റ് വീക്കിൽ നിങ്ങളോട് പറഞ്ഞു, എന്താണ് ക്രിസ്മസ്? ക്രൈസ്റ്റ് പ്ലസ് മാസ്. ക്രിസ്തു ബലിയായി തീരുവാൻ വേണ്ടി കടന്നു വന്ന സന്തോഷത്തിന്റെ സുദിനം. ആർക്കു വേണ്ടി? ഫോർ ഹൂം? ആർക്കു വേണ്ടി അവൻ കടന്നു വന്നത്? എനിക്കും നിനക്കും, ഈ സൊസൈറ്റിക്ക്, ഈ വേൾഡിന് മുഴുവനായിട്ടും കടന്നു വന്ന ഒരുവനാണ്. പക്ഷെ നമ്മൾ മറന്നു പോകുന്നത്, നമ്മൾ എപ്പോഴും ഈ മെയിൻ ഇവന്റ്സിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ബർത്ത്ഡേ ആഘോഷിക്കും, ലാസ്റ്റിൽ റിസറക്ഷനും ആഘോഷിക്കും. ഡെത്ത് ഡേ നമ്മൾ ആഘോഷിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഒരു നസ്രാണിയുടെ ഒരു പ്രത്യേകത,
മറ്റ് ഞായറാഴ്ചകളിലോ മറ്റ് ദിവസങ്ങളിലോ പള്ളിയിൽ പോയില്ലെങ്കിലും ദുഃഖ വെള്ളിയാഴ്ച പള്ളി വരും അല്ലെ? അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഈ ക്രിസ്തുവിനെ പറ്റി ഓർക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, അവനവന്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ച ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്, ഒരുപാട് പാഠങ്ങളുണ്ട്, ഒരുപാട് ടീച്ചിങ്സ് ഉണ്ട്. അതെവിടെയാ ഹിഡനായി കിടക്കുന്നത്? അവന്റെ മനുഷ്യാവതാരത്തിൽ ഭൂമിയിലായിരുന്നപ്പോഴാണ്. ആ എലമെന്റ്സ് ആർക്ക് വേണ്ടി ഹിഡനാക്കി വെച്ചിരിക്കുന്നതാ? നമുക്ക് വേണ്ടി, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, നമ്മുടെ ഓരോരുത്തരുടെയും റിയൽ ലൈഫ് സിറ്റുവേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുക. അതിനകത്ത് സാക്രിഫൈസ് ഉണ്ട്, പെയിൻ ഉണ്ട്, ലവ് ഉണ്ട്, പീസ് ഉണ്ട്, ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. അതൊക്കെ അവൻ എവിടെ ആയിരുന്നപ്പോഴാണ് തന്നത്? ഭൂമിയിലായിരുന്നപ്പോഴാണ്. അതുകൊണ്ട് കർത്താവിനാൽ അനുഗ്രഹീതരെ, ഈ ജനന പെരുന്നാളിനെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓർക്കുക, അവന്റെ ലൈഫും സാൽവേഷനും സാക്രിഫൈസും എനിക്കും നിനക്കും വേണ്ടിയാണെന്നുള്ള ബോധ്യത്തോടു കൂടെ ആയിരിക്കാനായിട്ട് ഇടയാകട്ടെ. ഒരുപാട് സന്തോഷം. നമ്മുടെ ഇടവകയുടെ ആദ്യത്തെ ക്രിസ്തുമസ് സന്ധ്യയാണ്, ആദ്യത്തെ ക്രിസ്തുമസ് ആഘോഷമാണ്. അത് ഒരുമിച്ച് നമ്മുടെ ഒരു കുടുംബമായി ആഘോഷിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛ, ഒരുപാട് കുറവുകൾ കാണും. ഇത് ഒരുപാട് പേരെ നമുക്കറിയാമല്ലോ, ഇവിടുത്തെ വർക്ക് സിറ്റുവേഷനിലൊക്കെ ഒരുപാട് സഫർ ചെയ്താണ് ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ വിശിഷ്ട അതിഥിയായിട്ട് അച്ഛൻ കടന്നു വന്നു. ഞാൻ ഒരിക്കലും ഒരു ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ടല്ല, ഒരു കുടുംബാംഗമായിട്ട് തന്നെ. കാരണം ഞാനും അച്ഛനും തമ്മിലുള്ള വ്യക്തിപരമായ റിലേഷൻഷിപ്പ് അത് നല്ല ഇൻഡെപ്തിലുള്ളതാണ്. കഴിഞ്ഞ ഏതാണ്ട് 1 വർഷത്തിലധികമായിട്ട് ഞങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, കീപ്പ് ചെയ്യുന്നു. ഇവിടേക്ക് ഒരു ഗസ്റ്റിനെ വിളിക്കണമെന്ന് ഓർത്തപ്പോഴും അച്ഛന്റെ പേരാണ് ആദ്യമേ മനസ്സിൽ ഓർത്തു വന്നത്. കാരണം ഈ ജനന പെരുന്നാളിൽ ഓർക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ക്രിസ്തുമസ് ആഘോഷത്തിൽ ഒരുപാട് ടാലന്റ് ഉള്ള, ഒരുപാട്, അത് അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് വെറുതെ ബ്ലണ്ടർ അടിക്കുന്നതല്ല, ഒരുപാട് ടാലന്റ് ഉള്ള, ഇപ്പോൾ പോലും നാട്ടിൽ പോയി ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് എന്നോട് പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം 2 or 3 പാട്ടിന്റെ റെക്കോർഡിങ് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അത്രമാത്രം ഒരു താലന്തുകളുള്ള ഒരു നല്ല ഇടയശ്രേഷ്ഠനാണ് ഇപ്പോൾ ഇവിടെ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ തന്നെ ശുശ്രൂഷകളും സേവനങ്ങളും മാറ്റിവെക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് കടന്നു വന്ന അച്ഛനോടുള്ള ഹൃദയംഗമായ നന്ദി പ്രത്യേകമായിട്ട് ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഓൾസോ ഇതിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ബിഹൈൻഡ് ദ സ്ക്രീൻ ഇവിടെ ഇരിക്കാൻ ചെയറുകൾ ഇല്ല എങ്കിലും ഞാൻ അച്ഛനോട് അഡ്വാൻസ് പറഞ്ഞു, അച്ഛാ ഇതിനു വേണ്ടി നമ്മൾ തന്നെയാണ് പരിപാടി കോർഡിനേറ്റ് ചെയ്യുന്നതും അവതരിപ്പിക്കുന്നതും എല്ലാം. അതുകൊണ്ട് ബിഹൈൻഡ് ദ സ്ക്രീനിൽ ഒരുപാട് പേര് എഫേർട്ട് ഇടുന്നു. ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും, പ്രത്യേകിച്ച് പള്ളി അഡ്മിനിസ്ട്രേഷൻ, മാനേജിംഗ് കമ്മിറ്റി മുതൽ ഫെസ്റ്റിവൽ ആൻഡ് ഇവന്റ്സ് കമ്മിറ്റി വരെ വളരെ സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. എല്ലാവരെയും ഓർക്കുന്നു. ദൈവതമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തുമസിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവതമ്പുരാൻ നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you, Acha, for your blessings and guidance throughout the program. അപ്പോൾ ഇനി ഈ വർഷത്തെ ക്രിസ്മസ് തുടങ്ങാല്ലേ? Let's prepare our hearts as we listen to God's word, the angelic message that changed the world. Let us listen to the Nativity Gospel from Luke chapter 2, verses 1 to 20. So let's welcome Verghese Uncle to read the Hindi Gospel, Ryan Kochuman to read the English Gospel, and Valsama Amachi to read the Malayalam Gospel. This reading is from St. Luke chapter 2, verses 1 through 20. The birth of Jesus. At the time of the Roman Emperor Augustus, decreed that a census should be taken throughout the Roman Empire. All returned to their own ancestral towns to register for this census. And because Joseph was the descendant of King David, he had to go to Bethlehem in Judea, David's ancient home. He traveled there from the village of Nazareth in Galilee. He took with him Mary, to whom he was engaged, who was now expecting a child. And while they were there, the time came for her baby to be born. She gave birth to her firstborn son. She wrapped him snugly in strips of cloth and laid him in a manger, because there was no lodging available for them. The shepherds and the angels that night, there were shepherds and angels staying in the fields nearby, guarding their flocks of sheep. Suddenly, an angel of the Lord appeared among them, and the radiance of the Lord's glory surrounded them. They were terrified, but the angel reassured them. "Do not be afraid," he said. "I bring you good news that will bring joy to all people. The Savior, yes, the Messiah, the Lord, has been born today in Bethlehem.
the city of David, and you will recognize him by this sign. You will find a baby wrapped snugly in strips of cloth lying in a manger." Suddenly, the angel was joined by a vast host of others, the armies of heaven, praising God and saying, "Glory to God in the highest heaven, and peace on earth to those with whom God is pleased." When the angels had returned to heaven, the shepherds said to each other, "Let's go to Bethlehem. Let's see this thing that has happened, which the Lord has told us about." They hurried to the village and found Mary and Joseph, and there was a baby lying in the manger. After seeing him, the shepherds told everyone that what happened and what the angel had said to them about this child. All who heard the shepherd's story were astonished, but Mary kept all these things in her heart and thought about them often. The shepherds went back to their flocks, glorifying and praising God for all they had heard and seen. It was just as the angel had told them. Bakim. लूका अध्याय 1:1-20। यह उस समय की घटना है जब सम्राट काइसर अगस्टस की ओर से यह राजाज्ञा घोषित की गई कि सभी रोम शासित राष्ट्रों में जनगणना की जाए। यह सीरिया राज्य पर राज्यपाल क्विरिनियोस के शासनकाल में पहली जनगणना थी। सभी नागरिक अपने नाम लिखवाने के लिए अपने अपने जन्मस्थान को जाने लगे। योसेफ दावीद के वंशज थे, इसलिए वह गलील प्रदेश के नाजरेत नगर से यहूदिया प्रदेश के बेथलेहम अर्थात दावीद के नगर गए कि वह भी अपनी मंगेतर मरियम के साथ जो गर्भवती थी नाम लिखवाए। वहीं मरियम का प्रसवकाल पूरा हुआ और उन्होंने अपने पहलौते पुत्र को जन्म दिया। उन्होंने उसे कपड़ों में लपेटकर चरनी में लिटा दिया, क्योंकि यात्री निवास में उनके ठहरने के लिए कोई स्थान उपलब्ध न था। उसी क्षेत्र में खुद चरवाहे रात के समय मैदानों में अपनी भेड़ों की चौकसी कर रहे थे। सहसा प्रभु का एक स्वर्गदूत उनके सामने प्रकट हुआ और प्रभु का तेज उनके चारों ओर फैल गया और चरवाहे अत्यंत डर गए। इस पर स्वर्गदूत ने उन्हें धीरज देते हुए कहा, "डरो मत, क्योंकि मैं अतिशय आनंद का एक शुभ संदेश लाया हूँ जो सभी के लिए है। तुम्हारे उद्धारकर्ता ने आज दावीद के नगर में जन्म लिया है। मसीह प्रभु वही है। उनकी पहचान के चिन्ह ये है, कपड़ों में लिपटा और चरनी में लेटा हुआ एक शिशु।" सहसा उस स्वर्गदूत के साथ स्वर्गदूतों का एक विशाल समूह प्रकट हुआ जो परमेश्वर की स्तुति इस गान के द्वारा कर रहा था, "सबसे ऊंचे स्वर्ग में परमेश्वर की स्तुति तथा पृथ्वी पर उनमें जिन पर उनकी कृपा दृष्टि है शांति स्थापित हो।" जब स्वर्गदूत स्वर्ग लौट गए, तब चरवाहों ने आपस में विचार किया, "आओ हम बेथलेहम जाकर वह सब देखें जिसका प्रभु ने हम पर प्रकाशन किया है।" इसलिए वे तुरंत चल पड़े और बेथलेहम नगर पहुंचकर मरियम, योसेफ तथा उस शिशु को देखा जो चरनी में लेटा हुआ था। उस शिशु का दर्शन कर वे उससे संबंधित सभी बातों को जो उन पर प्रकाशित की गई थी सभी जगह बताने लगे। सभी सुनने वालों के लिए चरवाहों का समाचार आश्चर्य का विषय था। मरियम इन बातों को अपने हृदय में संजोकर उनके बारे में सोच विचार करती रही। चरवाहे परमेश्वर की स्तुति तथा गुणगान करते हुए लौट गए, क्योंकि जो कुछ उन्होंने देखा था वह ठीक वैसा ही था जैसा उन पर प्रकाशित किया गया था। ബാർക്കിമോ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്തെ ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് അഗസ്തോസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേന്യസ് സൂര്യനാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലുമുള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രേത്ത് പട്ടണം വിട്ട്
യഹൂദയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയെയും യോസേഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. ഈ വചനങ്ങൾ വായിച്ച 3 പേർക്കും നന്ദി.